ആശങ്കയായി വീണ്ടും സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ 23 പേരാണ് രോഗബാധിതരായത്. മരണസംഖ്യയും കൂടി എന്നതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. രോഗസ്ഥിരീകരണത്തിന്റെ എണ്ണത്തിലാണ് വർധനവെന്നും ജാഗ്രത വേണമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. ഇന്ത്യയിൽ ഒരു വർഷം 6 ലക്ഷത്തിലധികം പേർക്കാണ് ഇത് പിടിപെടുന്നതും 50,000-ത്തിലധികം മരണങ്ങൾ ഇതുമൂലം സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിൽ ഈ ബ്രെയിൻ ഇൻഫെക്ഷൻ വളരെ കാര്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അമീബ മൂലമുള്ള ബ്രെയിൻ ഇൻഫെക്ഷൻ. കേരളത്തിൽ പതിവായി ബ്രെയിൻ ഇൻഫെക്ഷൻ സംശയിക്കുന്ന സാഹചര്യങ്ങളിൽ ഇതിനായിട്ടുള്ള പ്രത്യേക പരിശോധനകൾ നടത്തി വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് കേരളത്തിൽ കൂടുതൽ അമീബിക് മെനിങ്കോ എൻകെഫലൈറ്റിസ് കേസുകൾ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അതിന്റെ അർത്ഥം ഇത് കൂടി വരുന്നു എന്നുള്ളതല്ല, ഇത് കണ്ടെത്താനാകുന്നു എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. ഇന്ദുലേഖ രേണു വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്ദു, ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വര ആശങ്ക വീണ്ടും ശക്തിപ്പെടുന്ന നിലയിലേക്ക് കണക്കുകൾ അത് അത്തരത്തിലൊരു ആശങ്ക ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ജാഗ്രത വേണം എന്ന പൊതുനിർദ്ദേശം ഇപ്പോഴും ആവർത്തിക്കപ്പെടുന്നു. ഈ രോഗബാധിതരുടെ എണ്ണം, രോഗസ്ഥിരീകരണത്തിന്റെ തോത് വർദ്ധിക്കുന്നതിനനുസരിച്ച് എന്തൊക്കെ ഇടപെടലുകൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്? അത്തരം ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടോ? രതീഷ്, നമുക്കറിയാം കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് തന്നെ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയം അല്ലെങ്കിൽ ആശങ്ക വന്നുകൊണ്ടിരുന്നതാണ്. ഓരോ ആൾക്ക് ഈ രോഗം ബാധിക്കുന്നു എന്ന് കേൾക്കുമ്പോഴും നമ്മൾ തന്നെ മാധ്യമങ്ങളിലൂടെ അടക്കം വലിയ വാർത്തകളായിരുന്നു, ചർച്ചകളായിരുന്നു, അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും എത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മളിങ്ങനെ കൃത്യമായി വീക്ഷിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന കണക്കുകൾ ശ്രദ്ധിക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ ഒരു മാസത്തിൽ തന്നെ, അതായത് ജനുവരി 1 മുതൽ ഫെബ്രുവരി 5 തീയതി വരെയുള്ള കണക്കുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 23 പേർക്കാണ് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചിട്ടുള്ളത്. അതിൽ 6 പേർ മരണപ്പെട്ടു. ഈ കഴിഞ്ഞ ഫെബ്രുവരി 4 തീയതി 6 പേർക്ക്, ആ ഒരൊറ്റ ദിവസത്തിൽ 6 പേർക്കാണ് ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ വർഷത്തെ കണക്കുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലാണെന്ന് തന്നെ പറയാം. കാരണം 2024 36 പേർക്ക് വന്നിട്ട് 9 പേർ മരണപ്പെട്ടിരുന്നു. 2025 201 പേർക്ക് വന്നിട്ട് 47 പേരാണ് മരണപ്പെട്ടത്. അതേസമയമാണ് ഈ ഒരു മാസം കൊണ്ട് തന്നെ 6 പേർ മരണപ്പെടുന്നതും 23 പേർക്ക് ഈ രോഗം ബാധിക്കുന്നതും. കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ജില്ലകളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ രോഗം ബാധിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണെന്ന് തന്നെ പറയാം. കാരണം 23-ൽ 13 പേരും തിരുവനന്തപുരത്തുള്ളവരാണ്. ഈ മരണസംഖ്യ എടുത്തു നോക്കുകയാണെങ്കിൽ മരിച്ച 6 പേരിൽ 2 പേരും തിരുവനന്തപുരത്തുള്ളവരാണ്. ഏറ്റവും അധികം ഇപ്പം ആരോഗ്യ വിദഗ്ധരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പങ്കുവെക്കുന്ന ആശയം എന്തെന്ന് വെച്ചാൽ ഈ രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം, അതായത് അമീബ ടെസ്റ്റുകൾ, ഇപ്പോൾ മരണം എടുക്കുകയാണെങ്കിൽ ബ്രെയിൻ ഫീവർ പോലുള്ള രോഗങ്ങൾ ബാധിച്ച് ഇതിനു മുൻപും ഒരുപാട് പേർ മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ അവരുടെ ഉള്ളിൽ അമീബയുടെ സാന്നിധ്യം ഉണ്ടോ എന്നുള്ള ടെസ്റ്റുകൾ കൂടി നടത്തുന്നു. അങ്ങനെ ഈ സ്ഥിരീകരണത്തിന്റെ തോത് വർദ്ധിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ജാഗ്രത പാലിക്കണം. കാരണം പ്രത്യേകിച്ച് ഇമ്മ്യൂണിറ്റി കുറവുള്ള സാഹചര്യമാണ്.